നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചില സമയത്തൊക്കെ നമ്മൾ എസ്.ബി.ഐയുടെ ATM കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ചില പേയ്മെൻറ്റുകൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ചില ഇററുകൾ കാണിക്കും. ഇപ്പം ഒരുപക്ഷെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ATM കാർഡ് യൂസ് ചെയ്ത് ATM കാർഡിൻ്റെ നമ്പർ പിൻ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പം ഇവിടെ ഇതാകാതെ എറർ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എസ്.ബി.ഐയുടെ യോനോ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഹോം പേജിൽ കാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം മൈ ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ കാർഡ് ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനേജ് ആൻഡ് യൂസേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇത് ഓണാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ എന്നുള്ളതും ഇത് ഓണാക്കി കൊടുക്കുക. അപ്പോൾ അത് ഓഫായിട്ടായിരുന്നു കിടന്നത്. ഇത് ഓണാക്കിയതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ആ ഒരു OTP എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ യൂസേജ് ആൻഡ് ലിമിറ്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാർഡിൻ്റെ നമ്പറും എക്സ്പയറി ഡേറ്റും CVV അടിച്ച് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.